അയ്യോ എന്താ കുട്ടി ഇത്? കുട്ടി കാല് തീരെ വയ്യാതെ ഇത്രയും ദൂരം വരണമായിരുന്നോ? അമ്പലക്കടവിൽ നിന്നാ പോരായിരുന്നോ? എത്ര നേരം നിന്നു? ബസ് കാണാതായപ്പോ ഞാനിങ്ങ് പുറപ്പെട്ടു. ഒരു കണക്കിന് വന്നത് ഏതായാലും നന്നായി. എന്തിനും ഏതിനും ഒരു അവസാനം വേണമല്ലോ. ഒരു അകത്തോട്ടിരിക്കാം. എനിക്ക് വേഗം പോണം. വരൂന്നേ. കേസ് ഞാൻ അവസാനിപ്പിച്ചു തരാം. ഇതങ്ങനെ വെച്ച് നീട്ടുന്നത് ശരിയല്ലല്ലോ. എന്നുവെച്ചാ? എന്ന് വെച്ചാല് തുണിക്കട, ബന്ധുവിന്റെ കല്യാണത്തിന് 2 പവൻ, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ കുട്ടിക്ക്. വരൂ അകത്തോട്ടിരിക്കാം. ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട, ഞാൻ വന്നോളാം. തട്ടി വീഴല്ലേ. ഇരിക്കണം. ഇരിക്കൂ. എനിക്ക് വേഗം പോണ്ടത്. ആയിക്കോട്ടെ. ഈ ക്രച്ചസിന് എന്ത് ചെലവായി? എന്തേ? അല്ല, ഇതില്ലായിരുന്നെങ്കിലേ കുട്ടിയാകെ കഷ്ടപ്പെട്ടു പോയേനെ. നടക്കാൻ പറ്റാണ്ടേ, അതുകൊണ്ട് ചോദിച്ചാ. നോക്കട്ടെ. നോക്കട്ടെ എന്ന്. ഓഹോ, ഇത് വെറും കമ്പാണല്ലേ. വലിയ ചെലവൊന്നും ആയിട്ടില്ല. നേര് പറഞ്ഞ കുട്ടിയുടെ കാര്യം ആലോചിച്ച് ഞാൻ വിഷമിക്കാത്ത ദിവസങ്ങളില്ല. ഞാൻ പല ഡോക്ടർമാരുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് പറയുന്നത് ഈ സ്ഥിതി ഇങ്ങനെ തുടർന്ന് പോവാണെങ്കിൽ കാല് പഴുത്ത് ആള് തന്നെ ക്ലോസ് ആയി പോകുമെന്നാണ്. അതുകൊണ്ട് സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി. ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നത് കുട്ടിയുടെ കാല് മുറിച്ചു കളയണമെന്നാണ്. എന്നിട്ടൊരു 1-ാം തരം രാജസ്ഥാൻ കാല് പിടിപ്പിക്കാമത്രേ. രാജസ്ഥാൻ കാലോ? അതെ, രാജസ്ഥാൻ കാല്. രാജസ്ഥാനിലെ ജയ്പൂർ കാല്. നല്ല ഒറിജിനൽ കാലാണെന്നേ തോന്നൂ. നടക്കാനാണെങ്കിൽ ഈ കാലിനെക്കാട്ടിലും നല്ല സുഖമാണ്. എത്ര ലക്ഷം രൂപ ചെലവായാലും വേണ്ടില്ല, ഈ കാല് മുറിച്ചു മാറ്റാൻ ഞാനൊരു ഡോക്ടറെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്റെ കാല് തൊടാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടിക്ക് കാല് ശരിയാവണ്ടേ? വേണ്ടെന്ന് ആര് പറഞ്ഞു? ഏതെങ്കിലും നാട്ടുവൈദ്യന്മാരെടുത്തുനിന്ന് കഷായം കുടിച്ചു നോക്കാം. നിങ്ങൾ രൂപ തന്നോണ്ടിരുന്നാ മതി. ഇനി അങ്ങനെ രൂപ തന്നോണ്ടിരിക്കാൻ പറ്റില്ല. കുട്ടിയുടെ ഈ കാല് കീറി മുറിച്ച് വെട്ടി മാറ്റി പറിച്ച് ദൂരെ കളഞ്ഞിട്ട് നല്ല മനോഹരമായ ഒരു രാജസ്ഥാൻ ജയ്പൂർ കാല് വെച്ച് നല്ല ജീവിതം ആരംഭിക്കാം. ഏതായാലും ഓട്ടോ ഉണ്ടല്ലോ, നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടറെ അടുത്ത് പോവാം. വേണ്ട, ഇപ്പൊ വേണ്ട. അങ്ങനെ രോഗിയുടെ ഇഷ്ടം അനുസരിച്ചാണോ ഡോക്ടർ ചികിത്സിക്കുന്നത്? ഏതായാലും ഡോക്ടറെ അടുത്ത് പോലെ ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ടില്ല. അയ്യോ എന്താ? അയ്യോ, ഞാൻ ക്രച്ചസ്. ഇത് ഇതുവരെ ശരിയായില്ല എന്റെ ഹംസേ. സ്റ്റെപ്പിനി ലെയറിലായിരുന്നു. ഞാൻ ഫോട്ടോ എടുത്ത് പോയി കാറ്റടിപ്പിച്ചോണ്ടെന്നാ. നീ വന്നേ. നീ സൈക്കിൾ കൊണ്ട് കൊടുത്തേ.